വേണ്ടി സാധിക്കുമോ? ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണമുണ്ട്. അത് ഞാൻ അവസാനം പറയാം. അല്ലെങ്കിൽ എന്തിനാ ഈ യോഗത്തിൽ ഇതൊക്കെ പറയാനുണ്ട്. നമ്മുടെ പൂന്തുറ ഹോസ്പിറ്റൽ ഈ റോഡ് മൊത്തത്തിൽ PWD റോഡാണ്. ഇത് PWD റോഡാണോ കോർപ്പറേഷൻ റോഡാണോ എന്ന് തിരിച്ചറിവില്ലാത്ത ഒരുത്തൻ എന്ത് പേയും വിളിച്ച് പറയുകയാണ്. ഈ റോഡ് സഖാവ് വി ശിവൻകുട്ടി മുൻകൈയെടുത്തു, സഖാവ് ആര്യ രാജേന്ദ്രൻ മുൻകൈയെടുത്തുകൊണ്ട് 1.5 കോടി രൂപയുടെ ടാറിങ്, ഈ നമ്മൾ കാണുന്ന ഈ PWD റോഡ് റബ്ബറൈസ്ഡ് ടാറിങ്ങിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാർച്ച് മാസത്തോടു കൂടി ഈ റോഡ് പണി പൂർത്തിയാവുന്ന സ്ഥിതിയാണ്. ഇതുപോലെ മുഴുവനുമായും ടാർ ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നഗരസഭയുടെ ഓരോ വാർഡിലും ഇടവഴികളും റോഡുകളും ടാർ ചെയ്യുന്നതിന് വേണ്ടി 80 ലക്ഷം രൂപ അനുവദിക്കാറുണ്ട്. നമ്മുടെ വാർഡിലും ആ തുകകൾ അനുവദിക്കാറുണ്ട്. കൃത്യമായി എല്ലാ ഇടവഴികളും ഇടറോഡുകളും ടാർ ചെയ്ത് ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയായിട്ട് പോവാറുണ്ട്. ഈ കാലയളവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്യാസ് പൈപ്പ് ലൈൻ കുഴിച്ചപ്പോൾ അതിന്റെ പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് ചില ഇടവഴികളൊക്കെ ഇനിയും ഇന്റർലോക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയുണ്ട്. നഗരസഭ 2024-25 പൂർത്തീകരിക്കുമ്പോൾ ആ ഇടവഴികളെല്ലാം നേരെയാക്കുന്നതിന് വേണ്ടി നമ്മുടെ പരുത്തിക്കുഴി മദ്രസ്, ഈ പരുത്തിക്കുഴി പള്ളിത്തിരിവ്, SM ലോക്ക്, മൂന്നാറ്റുമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്റർലോക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്റർലോക്ക് സ്ഥാപിക്കാനും പൊളിഞ്ഞു കിടക്കുന്നത് നവീകരിക്കാനും വേണ്ടി 60 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. അതിന്റെ പണി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. പള്ളിത്തിരിവും മൂന്നാറ്റുമുക്കും SM ലോക്കും മാണിക്യമളാകും 10 ഏക്കർ റോഡും ടാറിങ് ചെയ്യുന്നതിന് വേണ്ടി 35 ലക്ഷം രൂപ അതിനും അനുവദിച്ചിരിക്കുകയാണ്. ഇടയാർ പാലത്തിന്റെ അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി 13 ലക്ഷം രൂപയുടെ വർക്ക് ടെൻഡർ പണി തുടങ്ങി. നമ്മുടെ മദ്രസ റോഡിലെ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നുകൊണ്ട് അനുവദിച്ചുകൊണ്ട് അതിന്റെ പണിയും തുടങ്ങി. ഞാൻ സൂചിപ്പിച്ചത് 1 കോടിയിൽ പരം രൂപയുടെ വിവിധ വർക്കുകൾ നമ്മുടെ വാർഡുകളിൽ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ഇത് പറയാൻ കാരണം, ഇത് ഈ തെരഞ്ഞെടുപ്പ് ഇനി ഒരു 8 മാസമോ 7 മാസമോ ആവുന്നതോടുകൂടി വരും. അത് കണ്ടുകൊണ്ട് ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഇപ്പോൾ മാത്രം ചെയ്താൽ പോരെ. നമ്മൾ വിജയിച്ച 2006 മുതൽ ഈ 2024 ജനുവരി 31 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ നമ്മുടെ വാർഡിന്റെ വിവിധങ്ങളായിട്ടുള്ള വികസന വിഷയത്തിൽ നമുക്ക് ഇടപെടാതെ ഇരുന്നിട്ടുണ്ടോ? അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും, മുഴുവൻ വീട്ടുകാർക്കും കുടിവെള്ളം സൗജന്യമായും ഗുണഭോക്തൃ വിഹിതം അടുത്ത ഘട്ടത്തിൽ അങ്ങനെയും ഇപ്പോൾ അമൃതിന്റെ പദ്ധതിയുടെ ഭാഗമായി ഒരു നയാ പൈസ ആർക്കും ചെലവാകാതെയും മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിച്ച വാർഡ് പുത്തമ്പള്ളി വാർഡാണ്. തിരുവനന്തപുരം നഗരസഭയിലെ മറ്റു വാർഡുകളിലും അതുപോലെ കുടിവെള്ളം പൂർത്തീകരിക്കുന്ന പ്രവർത്തനം പൂർണ്ണതോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടവഴികളെല്ലാം സ്ട്രീറ്റ് ലൈറ്റ്, നമ്മുടെ ഇടവഴികളെല്ലാം തന്നെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോമറുകൾ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ചെയ്തതല്ലേ. ഞാൻ കൂടുതൽ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ, ഈ പൊതുവേദിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ അത് ശരിയാവാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ വാക്കുകളിലേക്ക് വേണ്ടി കിടക്കുന്നില്ല. ഈ കാണുന്ന നമ്മൾ ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു 10, 30, 35 വർഷക്കാലത്തെ, ഒരുപക്ഷെ 40 വർഷക്കാലത്തെ ഒരു സ്വപ്നമാണ് ഈ ഇടവഴി വീതി കൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതൊരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അവരുടെ സമ്മതമുണ്ടാവണം, അവരുടെ അനുവാദത്തോടു കൂടിയ കാര്യങ്ങൾ പോകണം. ഫ്രണ്ടിലെ വീട്ടുകാർക്ക് ഈ വഴി വീതിയാക്കുന്നത് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ 1.5 വർഷം കൊണ്ട് പരിശ്രമിച്ചു, യോഗം കൂടി. ബഹുമാന്യനായിട്ടുള്ള എന്റെയൊക്കെ ഗുരുനാഥൻ ഒരുപക്ഷെ ഞങ്ങളെയൊക്കെ ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവന്ന് പൊതുപ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് മാതൃകാപരമായിട്ട് കാണിച്ചു തന്ന സഖാവ്, ഏറെ ബഹുമാനിയായിട്ടുള്ള സഖാവ് ഖാലിദിന്റെ വസതിയുടെ കുടുംബസ്ഥലം, അദ്ദേഹത്തിന്റെ പേരിൽ മക്കൾക്ക് എഴുതി കൊടുത്ത സ്ഥലവും, അപ്പുറത്ത് താമസിക്കുന്ന ഏറെ ബഹുമാനിയായിട്ടുള്ള ബഷീർ സാഹിബിന്റെ അദ്ദേഹവും 2 മക്കൾക്ക് എഴുതി കൊടുത്ത സ്ഥലവും, അതിൽ നിന്നുകൊണ്ട് 2 സെന്റ് സ്ഥലങ്ങൾ വീതം എഴുതി കൊടുത്തവരിൽ നിന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടുത്തെ ഒരു വിലയുണ്ടല്ലോ, ആ വില നഗരസഭയ്ക്ക് നൽകുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം നഗരസഭയ്ക്ക് 1 രൂപയുടെ സഹായം ഒരാൾക്ക് നൽകണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ മനുഷ്യാധ്വാനം ഉണ്ട്. അക്കാര്യത്തിൽ
അത് മാത്രമല്ല നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് മാത്രമേ കൊടുക്കുവാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വില നടന്നിട്ടുള്ള സ്ഥലത്തിന്റെ പ്രമാണത്തിന്റെ വില നോക്കും. ഇവിടെ നമ്മൾ 40 ലക്ഷം രൂപയ്ക്ക് 1 സെന്റ് സ്ഥലം വാങ്ങിയതും അവരും പ്രമാണത്തിൽ വയ്ക്കുന്നത് 25,000 രൂപയോ 1 ലക്ഷം രൂപയോ ആയിരിക്കും. ശ്രമകരമായ ഒരു ജോലി ഇവിടെ ശ്രീ നൈജു എന്ന് പറയുന്ന അലിയും നമ്മുടെ പ്രിയനായിട്ടുള്ള താജുദ്ദീൻ സാഹിബും സെയ്ദ് അലിയും, അതിൽ നൈജുവാണ് കൂടുതൽ ഈ കാര്യത്തിലേക്ക് വേണ്ടി അലി ഒരു ശ്രമകരമായ ഒരു ശ്രമം നടത്തി. നമ്മൾ മറ്റ് ഒരു 10-20ഓളം പ്രമാണം നൈജുവിനെ എവിടെയൊക്കെ പോയി അലി പോയി പ്രമാണമൊക്കെ നോക്കിയെടുത്ത് വില്ലേജ് ഓഫീസിൽ കൊണ്ടുകൊടുത്ത് ഏറ്റവും ഹയസ്റ്റ് വില നിശ്ചയിച്ചു. അങ്ങനെ ആ വിലയുടെ ശതമാനം കണക്കാക്കി നഗരസഭയ്ക്ക് അനുവദിക്കാൻ കഴിയുന്ന 30% വർധനവും ബഹുമാനിയായ മേയർ അനുവദിച്ചാൽ നമുക്ക് 30% കൂടെ തുക വർദ്ധിപ്പിക്കാം. അങ്ങനെ വർദ്ധിപ്പിച്ച് തുകയും അതോടൊപ്പം ഇവിടെ താമസിക്കുന്ന ഈ ഇടവഴിയിലെ വഴി ഉപയോഗിക്കുന്ന ആളുകൾ അവർ കൂടി സംഭാവനയായി ഒരു തുകയും, ഞാൻ ആ തുകയുടെ എണ്ണം പറയാം, സമാഹരിച്ചുകൊണ്ടാണ് അവർ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ മഹത് വ്യക്തികൾ എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ട് ആരും ഈ തുകയ്ക്കൊന്നും സ്ഥലം മെയിൻ റോഡിൽ തരില്ല. ഇന്ന് 1 സെന്റ് സ്ഥലം നമുക്ക് ഈ റോഡിൽ തന്നെ 15-20 ലക്ഷം രൂപ വെച്ച് ചോദിക്കുന്ന കാലഘട്ടമാണ്. ആ ഘട്ടത്തിലും നമ്മൾ സംസാരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാലിദിന്റെ മകളായ സബീനാക്കും സലീനാക്കും 4 ലക്ഷം രൂപയും റുബീനാക്കും ബഷീർ സാഹിബിന്റെ മക്കളായ റുബീനാക്കും ജാസ്മിക്കും 3 ലക്ഷം രൂപയും നമ്മൾ ആകെ കൊടുത്തു. അത് കൊടുത്തതിന്റെ കണക്ക് എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ കണക്ക് വായിക്കാനൊരു കാരണമുണ്ട്. നമ്മൾ ഈ പൈസ പിരിച്ച് ശ്രീ നൈജുവാണ് ഇതിന്റെ ഒരു ചുമതലക്കാരനായിട്ട് നിന്ന് പൈസയൊക്കെ പിരിച്ചു വെച്ചത്. അപ്പോൾ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു. സ്വാഭാവികമാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ നിയമപരമായ കുറെ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത്. അതിന്റെ ഒരു കാലതാമസം വന്നു. കാലതാമസം വന്നാക്കിലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മാന്യൻ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ട് നടന്നു. അറിഞ്ഞാ ഈ പൈസ എല്ലാം ആ സലീമും ആ നൈജു കൂടെ എടുത്ത് എന്തൊക്കെയോ ചെലവഴിച്ചു. അപ്പം സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേട്ട് ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇവരൊക്കെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് ആദ്യമൊക്കെ വരുന്നവർക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വഴിയൊന്നും വീതിയാക്കാനൊന്നും പോണില്ല. ഒരു ഭയങ്കര പ്രശ്നമാണ്. എന്തൊക്കെ അപവാദങ്ങളാണെന്നേ പറഞ്ഞു വരുത്തുന്നത്, എന്തൊക്കെ അസത്യ പ്രചരണങ്ങളാണെന്നേ പറഞ്ഞ് ആ സമയത്തൊക്കെ ഇവിടെ നടത്തിയത്. അതുകൊണ്ട് ഞാനത് വിശദീകരിച്ച കണക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് റുബീനാക്ക് 39,672 രൂപയാണ് കോർപ്പറേഷൻ ഫണ്ടിൽ നിന്നും, ഓൺ ഫണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും ഒപ്പിട്ടാൽ മാത്രമേ ഈ ഓൺ ഫണ്ട് അനുവദിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഓൺ ഫണ്ട് അനുവദിക്കാറില്ല. പക്ഷെ പുത്തമ്പള്ളി വാർഡിന്റെ കൂടെയുള്ള ഒരു പ്രത്യേക താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഫണ്ട് അനുവദിച്ചതാണ്. 39,672 രൂപ റുബീനാക്കിന്റെ പേരിലും ജാസ്മിക്ക് 75,678 രൂപയും, അങ്ങനെ 1,15,350 രൂപയാണ് കോർപ്പറേഷൻ അവർക്ക് അനുവദിച്ചത്. പക്ഷേ അവർക്ക് നമ്മൾ നൽകിയത് 3 ലക്ഷം രൂപയാണ്. ബാക്കി വന്ന 1,84,650 രൂപ ഇവിടുത്തെ ബഹുമാനീയരായിട്ടുള്ള ഈ വഴി വീതി കൂട്ടണമെന്ന് ആഗ്രഹിച്ച ജനങ്ങൾ നൽകിയ പൈസയാണ്. അടുത്ത സഖാവ് ഹാലിദ് സഖാവിന്റെ മകളായ സബീനാക്കും സലീനാക്കും 1,28,239 രൂപയാണ് നഗരസഭ പാസ്സാക്കിയത്. ഇത് പിന്നെ വാല്യൂ അനുസരിച്ചുകൊണ്ട് അവർക്ക് 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 2,71,761 രൂപ ഇവിടെ നിന്ന് ജനങ്ങൾ സമാഹരിച്ച പൈസയാണ് കൊടുത്തത്. ഞാനല്ല കൊടുക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അതിന് മുൻകൈ എടുത്ത നൈജുവും സെയ്ദലിയും ശ്രീ താജുദ്ദീനും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ പൈസ എല്ലാം കൈകാര്യം ചെയ്തതും കൊടുത്തതുമെല്ലാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. ഈ വഴി വീതി കൂട്ടണം എന്ന് പറഞ്ഞത് ഇതാ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ബഷീർ ഖാനുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ശ്രീ സുലൈമാൻ സാഹിബുണ്ട്, എൻ്റെ പാർട്ടിയുടെ വാർഡ് സെക്രട്ടറി, ഇവിടുത്തെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സഖാവ് ജലീലുണ്ട്,
ഇവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് സൈനുദ്ദീൻ സഖാവ് ഉണ്ട്, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് നാസറുണ്ട്, ഇവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി സഖാവ് ഷറഫുണ്ട്. ശക്തിയായിട്ട് എവിടെയൊക്കെ പിന്തുണ. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ പാർട്ടിയും, എൻ്റെ പാർട്ടിയുടെ സഖാക്കളും നേതാക്കന്മാരും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റ മനസ്സാലെ ഇവിടെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഹുജനങ്ങൾ, ബാക്കി എല്ലാ വീട്ടുകാരും വഴി ഒരടി വീതം വിട്ട് വീതിയാക്കുന്നതിന് വേണ്ടി സ്വയം നമുക്ക് സ്ഥലം വിട്ടുതരികയാണ്. ആ സ്ഥലം വീതിയാക്കി റോഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കോർപ്പറേഷൻ 32,97,000 രൂപ ടെൻഡർ ചെയ്തു വർക്ക് ഒരു കോൺട്രാക്ടർ എടുത്തു കഴിഞ്ഞു. എന്ന് പറയുന്നത് മതിലിടിച്ച് 2 സൈഡും സൈഡ് വാൾ കെട്ടി ഫ്രണ്ടിലുള്ള നേരത്തെ സൂചിപ്പിച്ചവർക്ക് മതിൽ കെട്ടിക്കൊടുത്ത് നമ്മൾ ഒരു അംഗൻവാടി കെട്ടുന്നുണ്ട്, അവിടെയും ചുറ്റുമതിൽ കെട്ടുന്നതിന് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥലം വാങ്ങാൻ എല്ലാം കൂടെ ഒരു 35 ലക്ഷം ആയെന്ന് ഞാൻ ഒരു ഊഹക്കണക്ക് വെച്ചുകൊണ്ട് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ 17 അംഗനവാടികളുണ്ട്. ഞാൻ ജയിച്ച് കൗൺസിലർ ആകുമ്പോൾ 7 അംഗനവാടികൾ ഉണ്ടായിരുന്ന വാർഡാണ്. തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണെങ്കിൽ എനിക്ക് 2024 ബാക്കി അംഗൻവാടികൾ സ്ഥാപിച്ചാൽ മതി. 2006-നും 2010-നും ഇടയിൽ തന്നെ 10 അംഗൻവാടികൾ പുതുതായി കൊണ്ടുവന്നുകൊണ്ട് 17 അംഗൻവാടിയുള്ള വാർഡായി ഈ വാർഡ് മാറി. അപ്പോഴും നമുക്ക് സ്വന്തമായി ഒരു ബിൽഡിംഗ് ഇല്ല എന്നുള്ള ഒരു കുറവുണ്ട്. നമുക്ക് ഒറ്റ ബിൽഡിംഗ് സ്വന്തമായി ഉള്ളൂ, ബദ്രിയ നഗറിലെ ഒരു സ്ഥലം. അപ്പോൾ നമ്മുടെ ടീച്ചർമാരും എല്ലാം പറയും, കൗൺസിലറെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ സൂചിപ്പിക്കും. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫെയർ വാല്യൂ കണക്കാക്കി വരുമ്പോൾ ആ വില കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഇവിടെ നമ്മുടെ ഏറെ ബഹുമാനിയായ പാർവതി ചേച്ചി ഇവിടെ ഉണ്ടാവും. ഞാൻ സംസാരിച്ചപ്പോൾ കോർപ്പറേഷൻ തീരുമാനിക്കുന്ന വിലയ്ക്ക് 1 സെന്റിന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെയർ വാല്യൂവും നമ്മൾ തീരുമാനിച്ച വിലയും കൂടി 1 സെന്റിന് 5 ലക്ഷം രൂപ വീതം തീരുമാനിച്ചു. 3 സെന്റ് സ്ഥലം 15 ലക്ഷം രൂപ നൽകി പ്രമാണം ചെയ്ത് കോർപ്പറേഷൻ വാങ്ങി. ആ സ്ഥലത്ത് നമ്മൾ 2 നില ബിൽഡിംഗ് അംഗനവാടി കെട്ടുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് ആ അംഗനവാടി AC റൂമുള്ള, നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ നല്ല AC ഉള്ള ഹാളിൽ ഇരുന്ന് പഠിക്കും, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൂടി മേയർ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ 31 ലക്ഷവും അതിനാവശ്യമായിട്ടുള്ള തുകയും കൂടി അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ അംഗൻവാടി കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അതോടൊപ്പം ഇവിടുത്തെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി ഇടേണ്ട ആവശ്യമുണ്ട്. ഒരു പണി നടക്കുമ്പോൾ അതിന് 2,47,340 രൂപയും നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പക്ഷേ കൗൺസിലർ എന്നുള്ള നിലയിൽ രാഷ്ട്രീയവും ജാതിയും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും എൻ്റെ അടുത്ത് ഒരു പരിഗണനയുമില്ല. കൗൺസിലർ പണി ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും ദൗത്യവും. അത് ഭംഗിയായി ഞാൻ നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ കാണുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇവിടെ അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി എത്തിയത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു പ്രദേശത്തിന്റെ വികസനം അങ്ങനെയാവണം. XY ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, ശശി തരൂർ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ MP ആണ്, സഖാവ് വി ശിവൻകുട്ടി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ MLA ആണ്, മന്ത്രിയാണ്. അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്. അതിന് പകരം എന്ത് പണി ചെയ്താലും, എവിടെ എന്ത് വികസന പദ്ധതി ചെയ്താലും ഇല്ലാത്ത നുണകളും കള്ളങ്ങളും വ്യാജ പ്രചാര വേലയും, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഫേസ്ബുക്ക് എന്നുള്ള സാധനം ഉള്ളത് കൊണ്ട് അഴിച്ചു വിടാൻ വേണ്ടി കുറെ ആളുകൾ, ജന്മങ്ങൾ വേറെ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ഇല്ല. ഇപ്പൊ നോക്കിയപ്പോൾ ഒരാൾ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് വേണ്ടി കടക്കുന്നില്ല. നമ്മുടെ വാർഡിൽ വീണ്ടും നമ്മൾ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മദീന കല്യാണ മണ്ഡപത്തിന്റെ അവിടെ ഒരു അംഗനവാടിക്ക് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് നമ്മൾ താമസം വിന ആ സ്ഥലം നമുക്ക് വാങ്ങുവാൻ വേണ്ടി സാധിക്കും. ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, നമുക്ക് ഒരുമിച്ച് മുന്നേറണം.
നമ്മുടെ പാർവതി പുത്തനാറിൻ്റെ വികസനമായാലും ഈ റോഡിൻ്റെ വികസനങ്ങളായാലും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ എന്തുണ്ടായാലും കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPIM പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ കൗൺസിലറാണെങ്കിൽ കൗൺസിലറുടെ ഉത്തരവാദിത്വം എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഞാൻ ഇനിയും അങ്ങനെ തന്നെ ഭംഗിയായിട്ട് പ്രവർത്തിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്, നമ്മുടെ വാർഡിലെ ഡ്രെയിനേജിൻ്റെ ഒരു വിഷയം, അത് നമുക്ക് 3 പ്രാവശ്യം ആരാധ്യയായ മേയർ ഫണ്ട് അനുവദിച്ചതാണ്. ഒന്ന്, ഞാൻ 2010 മേയർ കൗൺസിലറായിരിക്കുമ്പം 35 ലക്ഷം രൂപയ്ക്ക് 35 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചു. അപ്പോൾ മൂന്നാറ്റുമുക്കിൽ നമുക്ക് പമ്പിംഗ് സ്റ്റേഷൻ വേണം. അപ്പോൾ അവിടെ ആ സ്ഥലം തരാത്തത് കൊണ്ട് ആ ഫണ്ട് ലാപ്സായി പോയി. രണ്ടാമത് ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേയറായി വന്ന ഘട്ടത്തിൽ നമുക്ക് വീണ്ടും 50 കോടി രൂപ അനുവദിച്ചു. വന്നപ്പോൾ എസ്റ്റിമേറ്റ് എല്ലാം പൂർത്തിയായി വന്നപ്പോൾ പുതുക്കാട് കല്യാണ മണ്ഡപത്തിനും തിരുവല്ല നമ്മുടെ അവിടെ ക്ഷേത്രമുണ്ട്, അതിനിടയിലുമായി ഒരു 5 സെന്റ് സ്ഥലം വേണം. 4 പേരെ പോയി സമീപിച്ചു, സ്ഥലം തന്നില്ല. ആ ഫണ്ട് ലാഭം. ഇപ്പോൾ വീണ്ടും എന്ത് വില കൊടുത്തും മേയർ എന്നോട് സൂചിപ്പിച്ചത്, പുത്തമ്പള്ളി വാർഡിൽ നമ്മുടെ പീരിയഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഡ്രെയിനേജിന്റെ വർക്ക് ടെൻഡർ ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 72 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറായി നമ്മൾ സ്ഥലം കണ്ടെത്തി. ഞാൻ സ്ഥലം ഇപ്പം പറയുന്നില്ല, സ്ഥലം അവിടെ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുകയാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരത്തിനായി നൽകിയിരിക്കുകയാണ്. എന്തായാലും അത് ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടു കൂടി അതിന്റെ അംഗീകാരം ലഭിച്ചാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ നമ്മുടെ വാർഡിൽ ഡ്രെയിനേജ് നമുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിലേക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സഹായവും പിന്തുണയും ഇടപെടലുകളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലമുള്ള വീടുകളിൽ കയറിയിരുന്നാൽ അടുത്ത ചടങ്ങിലേക്ക് കടക്കാം.